സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടിയിൽ മാറ്റമില്ലെന്ന് ഇന്ത്യ. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് കരാറുമായി ബന്ധപ്പെട്ട് ശക്തമായ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഇന്ത്യ നിലപാട് വീണ്ടും വ്യക്തമാക്കിയത്. വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാളാണ് ഇന്ത്യയുടെ നിലപാട് ആവർത്തിച്ചത്. സിന്ധു നദീജല ഉടമ്പടിയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാട് എല്ലാവർക്കും അറിയാമെന്നും അതിലൊരു മാറ്റവും ഇല്ലെന്നാണ് ജയ്സ്വാൾ വ്യക്തമാക്കിയത്. എന്നാൽ ഇന്ന് ഇന്ത്യ സ്വീകരിച്ച ഈ നിലപാട് പെട്ടെന്നുണ്ടായതല്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിന്റെ ചരിത്രത്തോളം പഴക്കമുണ്ട് സിന്ധു നദീജലത്തെ ചൊല്ലിയുള്ള തർക്കത്തിനും. 1947 ഇന്ത്യ വിഭജനത്തിന് പിന്നാലെയാണ് ജലത്തിന്റെ അവകാശം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പ്രധാന പ്രശ്നമായി മാറുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെട്ടപ്പോൾ അതിർത്തി മാത്രമല്ല വിഭജിക്കപ്പെട്ടത്, നദികളും കനാലുകളും ജലസേചന സംവിധാനങ്ങളും രണ്ടായി. സിന്ധു നദിയും ജലം ചെനാബ്, റാവി, ബിയാസ്, സത്ലജ് എന്നീ പ്രധാന പോഷക നദികളും ഇന്ത്യയിലൂടെയും പാകിസ്ഥാനിലൂടെയും ഒഴുകുന്നു. ഇതിൽ നദിയുടെ മുകൾ ഭാഗം പ്രധാനമായും ഇന്ത്യയിലും താഴ്ഭാഗം പാകിസ്ഥാനിലുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ജലനിയന്ത്രണം പാകിസ്ഥാനിലെ കൃഷിയെയും ജലസേചനത്തെയും നേരിട്ട് ബാധിക്കുന്ന സാഹചര്യമുണ്ടായി. വിഭജനത്തിന് പിന്നാലെ കനാലുകളിലൂടെയുള്ള വെള്ളത്തിന്റെ വിതരണം സംബന്ധിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തർക്കം രൂക്ഷമായി. 1948 തന്നെ ജലവിതരണത്തെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങി. ഇരു രാജ്യങ്ങൾക്കും അംഗീകരിക്കാവുന്ന ഒരു സ്ഥിരം സംവിധാനമില്ലാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന് ഇതോടെ വ്യക്തമായി. ഇതിനിടെയാണ് ലോകബാങ്ക് വിഷയത്തിൽ ഇടപെടുന്നത്. നീണ്ട ചർച്ചകൾക്ക് തുടക്കമായി. ഏകദേശം 9 വർഷം നീണ്ട ചർച്ചകൾക്കൊടുവിൽ 1960 സെപ്റ്റംബർ 19 ഇന്ത്യയും പാകിസ്ഥാനും ചരിത്രപ്രധാനമായ സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചു. കറാച്ചിയിൽ നടന്ന ചടങ്ങിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും കരാറിൽ ഒപ്പുവെച്ചു. ലോകബാങ്കിന്റെ മധ്യസ്ഥതയും കരാർ രൂപീകരണത്തിന് നിർണായകമായി. കരാർ പ്രകാരം സിന്ധു നദീതടത്തിലെ 6 പ്രധാന നദികളെ 2 വിഭാഗങ്ങളാക്കി. റാവി, ബിയാസ്, സത്ലജ് എന്നീ കിഴക്കൻ നദികളുടെ വെള്ളത്തിന്റെ പ്രധാന ഉപയോഗാവകാശം ഇന്ത്യക്കും, സിന്ധു, ജലം, ചെനാബ് എന്നീ പടിഞ്ഞാറൻ നദികളുടെ പ്രധാന ഉപയോഗാവകാശം പാകിസ്ഥാനുമാണ് ലഭിച്ചത്. അതേസമയം പടിഞ്ഞാറൻ നദികളിൽ ഇന്ത്യക്ക് നിശ്ചിത വ്യവസ്ഥകൾക്ക് വിധേയമായി ജലവൈദ്യുത പദ്ധതികൾ ഉൾപ്പെടെയുള്ള ചില ഉപയോഗങ്ങൾക്ക് അനുമതി നൽകി. ഇതോടെ വെള്ളത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്ക് ഒരു നിയമപരമായ ചട്ടക്കൂട് ലഭിച്ചു. ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഉൾപ്പെടുന്ന പെർമനന്റ് ഇൻഡസ് കമ്മീഷനും രൂപീകരിച്ചു. സാങ്കേതിക പ്രശ്നങ്ങളും തർക്കങ്ങളും പരിഹരിക്കുന്നതിനുള്ള സംവിധാനങ്ങളും കരാറിൽ ഉൾപ്പെടുത്തി. പക്ഷേ കരാർ വന്നതോടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചില്ല. 1965 യുദ്ധം, 1971 യുദ്ധം, കാർഗിൽ സംഘർഷം എന്നിവയ്ക്കെല്ലാം ശേഷം പോലും സിന്ധു നദീജല കരാർ നിലനിന്നു. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം ഏറ്റവും മോശം ഘട്ടത്തിലെത്തിയപ്പോഴും വെള്ളത്തിന് പങ്കിടൽ സംബന്ധിച്ച കരാർ പൂർണ്ണമായി തകർന്നില്ല. പിന്നീട് ഭീകരാക്രമണങ്ങളും കരാറിന് വലിയ പരീക്ഷണമായി. 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം, 2016 ഉറി ഭീകരാക്രമണം, 2019 പുൽവാമ ഭീകരാക്രമണം തുടങ്ങി നിരവധി സംഭവങ്ങൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായെങ്കിലും സിന്ധു നദീജല കരാർ തുടർന്നു. എന്നാൽ അതിനിടയിലും കരാറിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ അവസാനിച്ചിരുന്നില്ല. പടിഞ്ഞാറൻ നദികളിൽ ഇന്ത്യ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതികൾക്കെതിരെ പാകിസ്ഥാൻ പല ഘട്ടങ്ങളിലും രംഗത്തെത്തി. ഇന്ത്യ കരാർ അനുവദിക്കുന്ന പരിധിക്കുള്ളിലാണ് പദ്ധതികൾ നടപ്പാക്കുന്നതെന്ന് വാദിച്ചപ്പോൾ പാകിസ്ഥാൻ നദിയുടെ ഒഴുക്കിനെ ബാധിക്കുന്ന നടപടികളാണിതെന്ന് ആരോപിച്ചു. ബഗ്ലിഹാർ, കിഷൻഗംഗ, റാറ്റിൽ തുടങ്ങിയ പദ്ധതികൾ ഇതോടെ ഇന്ത്യ പാകിസ്ഥാൻ ജലതർക്കത്തിന്റെ പ്രധാന വിഷയങ്ങളായി. തർക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിലേക്കും നീങ്ങി. ലോകബാങ്കിനും വിവിധ ഘട്ടങ്ങളിൽ ഇടപെടേണ്ടി വന്നു. 2016 ഉറി ആക്രമണത്തിന് പിന്നാലെ സിന്ധു നദീജല കരാർ പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ഇന്ത്യയിൽ ശക്തമായി ഉയർന്നു. പാകിസ്ഥാനിലേക്കുള്ള ജലത്തിന്റെ കാര്യത്തിൽ ഇന്ത്യക്ക് ലഭിച്ച അവകാശങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന സമീപനമാണ് അന്ന് ഇന്ത്യ സ്വീകരിച്ചത്. എന്നാൽ കരാർ മരവിപ്പിക്കുന്ന നടപടിയിലേക്ക് ഇന്ത്യ പോയില്ല. 2019 പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷവും സ്ഥിതി സമാനമായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വീണ്ടും കടുത്ത സംഘർഷത്തിലേക്ക് നീങ്ങിയെങ്കിലും സിന്ധു നദീജല കരാർ നിലനിന്നു. പക്ഷേ 2025 ഏപ്രിൽ 22
പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം ഇന്ത്യയുടെ സമീപനത്തിൽ വലിയ മാറ്റത്തിന് വഴിയൊരുക്കി. ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് നടന്ന ആക്രമണത്തിൽ 26 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാനെതിരെ കടുത്ത നയതന്ത്ര നടപടികൾ പ്രഖ്യാപിച്ചു. അതിന്റെ ഭാഗമായാണ് സിന്ധു നദീജല കരാർ മരവിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യ ഉപയോഗിച്ച ഔദ്യോഗിക ഭാഷയാണ്. കരാർ റദ്ദാക്കി എന്നല്ല ഇന്ത്യ പറഞ്ഞത്, പകരം ഹെൽഡ് ഇൻ അബിയൻസ് എന്നാണ്, അതായത് മരവിപ്പിക്കുകയാണെന്നാണ്. പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തിന് പിന്തുണ അവസാനിപ്പിക്കുന്നതുവരെ കരാർ മരവിപ്പിച്ച നിലയിൽ തുടരുമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. ഭീകരവാദവും സാധാരണ നയതന്ത്ര ബന്ധങ്ങളും ഒരേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന സന്ദേശം കൂടിയാണ് ഇതിലൂടെ ഇന്ത്യ നൽകുന്നത്. ഇന്ത്യയുടെ തീരുമാനത്തിനെതിരെ പാകിസ്ഥാൻ ശക്തമായ പ്രതിഷേധമാണ് നടത്തിയത്. സിന്ധു നദീജല കരാർ ഇന്ത്യ ഏകപക്ഷീയമായും നിയമവിരുദ്ധമായും മരവിപ്പിച്ചു എന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. കരാറിൽ നിന്ന് ഇന്ത്യക്ക് ഏകപക്ഷീയമായി പിന്മാറാനാകില്ലെന്നായിരുന്നു പാകിസ്ഥാന്റെ വാദം. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും വിഷയത്തിൽ കടുത്ത മുന്നറിയിപ്പ് നൽകി. പാകിസ്ഥാന്റെ ജല അവകാശത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയും ഇന്ത്യ സ്വീകരിക്കരുതെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. പാകിസ്ഥാന്റെ ജലവിഹിതത്തിൽ കുറവ് വരുത്താനോ വെള്ളത്തിന്റെ ഒഴുക്ക് തടയാനോ ഇന്ത്യ ശ്രമിച്ചാൽ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാന്റെ അവകാശപ്പെട്ട ഓരോ തുള്ളി വെള്ളവും രാജ്യത്തിന്റെ റെഡ് ലൈൻ ആണെന്നും ഷഹബാസ് ഷെരീഫ് വ്യക്തമാക്കി. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സിന്ധു നദീജലം വെറുമൊരു നയതന്ത്ര വിഷയം മാത്രമല്ല. രാജ്യത്തിന്റെ കാർഷിക മേഖലയുടെയും ജലസേചന സംവിധാനത്തിന്റെയും വലിയൊരു ഭാഗം സിന്ധു നദീജലത്തെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ജലത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആശങ്ക പാകിസ്ഥാനിൽ വലിയ രാഷ്ട്രീയ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്നു. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന സന്ദേശവും അതുകൊണ്ട് തന്നെ നിർണായകമാണ്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടിയിൽ മാറ്റമില്ല. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കരാറിനെ കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാട് എല്ലാവർക്കും അറിയാമെന്നും അതിൽ മാറ്റമൊന്നുമില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അതായത് പാകിസ്ഥാന്റെ ശക്തമായ മുന്നറിയിപ്പിനും ഇന്ത്യയുടെ നിലപാടിൽ ഇളവുണ്ടാകില്ല. ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കരാർ മരവിപ്പിച്ചു എന്നതുകൊണ്ട് പാകിസ്ഥാനിലേക്കുള്ള മുഴുവൻ നദീജലവും ഇന്ത്യക്ക് ഒറ്റയടിക്ക് തടയാൻ കഴിയുമെന്നില്ല. ജലസംഭരണ ശേഷി, അണക്കെട്ടുകൾ, നദിയുടെ സ്വാഭാവിക ഒഴുക്ക്, നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങി നിരവധി സാങ്കേതിക ഘടകങ്ങൾ ഇതിൽ നിർണായകമാണ്. എന്നാൽ രാഷ്ട്രീയമായും നയതന്ത്രപരമായും ഇന്ത്യയുടെ തീരുമാനം വലിയ പ്രാധാന്യമുള്ളതാണ്. 1960-ൽ യുദ്ധങ്ങളും വിഭജനത്തിന്റെ മുറിവുകളും നിലനിൽക്കുമ്പോഴും വെള്ളത്തെ ചൊല്ലിയുള്ള തർക്കം നിയന്ത്രിക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും ചേർന്ന് രൂപപ്പെടുത്തിയ കരാറാണിത്. പിന്നീട് നിരവധി യുദ്ധങ്ങളെയും ഭീകരാക്രമണങ്ങളെയും അതിജീവിച്ച കരാർ. എന്നാൽ പഹൽഗാമിന് പിന്നാലെ ആദ്യമായി ഇന്ത്യ അതിന്റെ പ്രവർത്തനം മരവിപ്പിച്ചു. ഇന്ന് സിന്ധു നദീജല കരാർ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിലെ മറ്റൊരു നിർണായക സമ്മർദ്ദ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യ പറയുന്നു, ഭീകരവാദത്തിന് പിന്തുണ അവസാനിപ്പിക്കുന്നതുവരെ കരാർ മരവിപ്പിച്ച നടപടി തുടരും. പാകിസ്ഥാൻ പറയുന്നു, ജലാവകാശത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. അങ്ങനെ 1960-ൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കാൻ രൂപപ്പെട്ട ഒരു കരാർ ഇന്ന് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഏറ്റവും വലിയ തർക്ക വിഷയങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു. സിന്ധു നദി ഒഴുകിക്കൊണ്ടേയിരിക്കും. പക്ഷേ ആ നദിയിലെ വെള്ളം ഇനി ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തെ ഏത് ദിശയിലേക്കാണ് കൊണ്ടുപോവുക എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്.